ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലേക്ക് വെള്ളപ്പൊക്കമായിട്ടുണ്ട്. വെള്ളപ്പൊക്കമായിട്ട് നമ്മുടെ കുറച്ച് വലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ആ വീടുണ്ടോ, ആ വീടിൻ്റെ ഉമ്മർത്ത വലയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഞങ്ങൾ ആ വല പൊക്കാൻ പോകുന്നത്. അപ്പോൾ വല ഇട്ടൊന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം വേറൊന്നുമല്ല, ഇന്നലെയൊക്കെ എന്നാ മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. ഇപ്പോഴും ഞാൻ മഴ വന്നിട്ട് കേട്ടോ, വല വെക്കാൻ പോവാണ്. ഇത് നമ്മുടെ വെള്ളം കണ്ടോ, ഞങ്ങൾ പുതിയ മേടിച്ച വെള്ളം കേട്ടോ, മേടിച്ചത് 4 മാസത്തോളമായി. സത്യം പറഞ്ഞാൽ നല്ല ഉഗ്രം ഫിഷിങ് ചെയ്യണം ആഗ്രഹമുണ്ട്. കാരണം കായലോട്ട് പോയാൽ നല്ല മഞ്ഞക്കൂരി മറ്റുള്ള മീനൊക്കെ പിടിക്കാൻ പറ്റും. നമുക്ക് പോകാനുള്ള മാർഗ്ഗമില്ല, തുഴഞ്ഞു പോകണം. തുഴയാൻ എനിക്കും പോയ സെലക്ഷൻ വരുന്ന അവസ്ഥയാണ്. അതെ, വെള്ളം മേടിച്ചിട്ട് എഞ്ചും മേടിക്കാൻ പറ്റിയിട്ടില്ല ഇവരെ. സത്യം പറഞ്ഞതാണ്, നിങ്ങൾ അറിയണമല്ലോ, നമ്മൾ സംരംഭരമണൊക്കെ എടുത്തിരുന്ന അയൽക്കൂട്ടം മേടിക്കല്ലേ, ഒരു 50,000 എടുത്തിട്ട് 48,000 രൂപ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം മേടിച്ചിട്ടുണ്ട്. ഈ ഒരു എഞ്ചിനാണ് മേടിച്ച് ഞങ്ങൾ വരാൻ പോകുന്ന ഫിഷിങ് മുതലാണ് മാറൊക്കെ ഫിഷിങ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വല എടുക്കാൻ പോകുന്നത് കാണിക്കാം. അടിപൊളി മീൻ പിടുത്തം തോന്നാം. കഴിഞ്ഞ വർഷം നമ്മൾ സൂര്യപ്പനായിട്ട് അവിടെ വലയിട്ട് മീൻ പിടിച്ച സ്ഥലമാണ്. അതിനേക്കാൾ കൂടുതൽ മീൻ പിടിച്ചാൽ കിട്ടുന്നല്ലേ, ഉറപ്പ് ഞങ്ങൾ പോകും അല്ലേ? പിന്നെ പറയാനുണ്ടോ? നടന്നു പോവുക. അപ്പോൾ നമുക്ക് ഇവിടെ വെള്ളം കണ്ടല്ലോ, നിങ്ങളൊന്ന് കാണിപ്പോ. ഇത് മൊത്തം കാണിച്ചിരുന്നത് മേടിച്ച വെള്ളം കണ്ടോ. ഈ വെള്ളത്തെ നമുക്ക് ഗസ്റ്റിനെ വേണം കൊണ്ടുപോകുക ചെയ്യാം. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ നമുക്ക് എഞ്ചിനില്ല. മെയിനായിട്ട് എഞ്ചിൻ മേടിക്കാൻ ഇപ്പം നിവൃത്തിയില്ല. മെയിനായിട്ട് വെള്ളമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ കേട്ടോ, അല്ലേ? നമുക്ക് നേരെ വല വെക്കാൻ പോവാം. ഓക്കെ. അപ്പോൾ ഇന്നലെ നമ്മൾ വൈകിട്ട് ഇട്ട വീടാണ്. നമ്മളിത് ഈ വീടിൻ്റെ ഫ്രണ്ടിലാണ് വീട്ടിലിരിക്കുന്നത് കേട്ടോ. ഉമ്മറത്ത്, നമ്മൾ വീടിൻ്റെ ഉമ്മറത്ത് ഇട്ടിരിക്കുക. അല്ലേ, കുറച്ച് മീനുണ്ട് കേട്ടോ, മുറ്റത്ത് പോലെയിട്ടാണേ. നമ്മുടെ കാര്യമുണ്ട്, അത് അടുത്ത് പോവാം. നീ അടുത്ത് പോലെ കണ്ടോ, നമ്മുടെ ജീവനുള്ള കാര്യമുണ്ടോ. ഈ വീട് കണ്ടോ, നീ വീടിൻ്റെ മുറ്റത്താണ്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് പിടിച്ചാൽ കേട്ടോ, ഇതുണ്ടോ അടുത്ത കാര്യമുണ്ടോ. കഴിഞ്ഞ വർഷം സൂര്യപ്പാൻ അവരെ ഇട്ടോ ഇവിടെ എടുത്തോണ്ട് ഞങ്ങൾ പോലെ കയറിയിട്ട് കണ്ടോ. നീ കണ്ടോ, ഇവിടെല്ലാം കാര്യമുണ്ടോ, എല്ലാം ജീവനുള്ള വെള്ളം. ഇത് നോക്കാം, മീനുണ്ടോന്ന് കാണിക്കുന്നത്. ജീവനുണ്ട്. നമ്മുടെ വലയിൽ കോപ്പർ അടയ്ക്കുന്നുണ്ടോ, എന്നാ ചെയ്യാൻ? നമുക്ക് ജീവനോടെ വിടാൻ നോക്കാം. അതിനെ നമുക്ക് അടിക്കാതെ തരുന്നാൽ മതി. ഇതിനാണ്ടോ ഉണ്ടോ, അതൊക്കെ ഈ ഇതിനെ കൊള്ളതാണ് കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുണ്ടേ ഈ കാര്യം തിന്നായിട്ട് വന്നോ കേട്ടോ. എന്താ രണ്ട് തണ്ടതേ കല്ലട മുട്ടി എന്താ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുണ്ടോ ഇവിടെ എല്ലാം മീനുണ്ട്. സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം, കാരണം അടത്തേ ഒരു കാര്യം കണ്ടോ ചമ്മേ, എന്നാ കാര്യം എന്നൊക്കെയുണ്ടോ. ഇവിടെ ഈ അമറം കാര്യം കണ്ടോ, ഇത് കണ്ടോ. ഇവിടെ കാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ കാലം നീളമുണ്ടെന്ന് കണ്ടോ. ഇത് കാണിക്കാൻ പറ്റും, ഒറ്റയ്ക്കാണ്ട് കൊച്ചിനെ കൊണ്ടുവരാൻ പേടിക്കണ്ടോ. കാര്യം ചെമ്പല്ലി കണ്ടോ. അടുത്ത കാര്യം ഉണ്ടോ, കണ്ടിക്ക് മീനാണ്ടോ. ചെമ്പല്ലി എന്താ, ഡേഞ്ചർ സ്പോട്ടുണ്ടോ, വീടിൻ്റെ ഇടയ്ക്കൂടെയൊക്കെയാണ്. അപ്പം ഒരു പേടിയുണ്ട് കേട്ടോ, കാരണം ഇവിടെയൊക്കെ കോബ്ര ഉണ്ടെങ്കിൽ വലയുടയ്ക്കുണ്ടെങ്കിൽ പണി കിട്ടും. നമുക്ക് ഒന്ന് പേടിയാണ്. അപ്പം ഇവിടെ എല്ലാം അത്യാവശ്യം മീനുണ്ട് കേട്ടോ. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കാണിച്ചു തരാം. ഇതുണ്ടോ, വരാലുടക്കിയിട്ട് വരാലിൻ്റെ തല മാത്രമേ ഉണ്ടോ, ബാക്കി ആമുണ്ട്. ആമ ജീവിക്കണ്ടല്ലേ. അടുത്ത വരാനുണ്ടോ, ഇത് പിന്നെ ആമ കണ്ടില്ല കേട്ടോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ചെമ്പല്ലി ഉണ്ടോ, കണ്ടേ ഒരു വരാക്കണ്ണുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടുത്തെ വീട് നോക്കുന്ന ഒരാൾ കണ്ടേ, പുള്ളിപ്പരി ഇവിടുത്തെ ഇതുണ്ടോ കാര്യം കണ്ടോ. കാരിയുടെയൊക്കെ പകുതി ചക്കര നിന്ന് കണ്ടോ, ആമ കണ്ടോ. ചത്തുപോയാൽ രാത്രി നോക്കിയില്ലല്ലോ. അത് വെള്ളം അഴുക്കാന്നേ. അയ്യോ, ഈ ചെമ്പല്ലി ഉണ്ടോ, എൻ്റെ പൊന്നു മച്ചാന്മാരെ. അയ്യോ, എന്നാ ചെമ്പല്ലി നോക്കി, ചെമ്പല്ലി ജീവനുള്ള ചെമ്പല്ലി ഉണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ മോഹൻ ചേട്ടനാണ് കേട്ടോ, നമ്മുടെ വീടൊക്കെ നോക്കുന്ന ആൾ കേട്ടോ. ഇവിടെ വർഷങ്ങളായിട്ടുള്ള ആട്ടോ, വിശ്വസ്തനാണ് കേട്ടോ. പുള്ളി ഏൽപ്പിച്ചിട്ട് ഒരു പോയേക്കുന്നു ഇവിടെ. മോഹൻ ചേട്ടാ ഒരു ഹായ് പറഞ്ഞു ഞങ്ങളോട്. ഇതാണ്ടത് ജീവനുള്ള ചെമ്പല്ലി കേട്ടോ. ചെയ്തിട്ടില്ല കണ്ടോ, ഈ കാര്യം കണ്ടോ, നല്ല കുഴപ്പം കഴിയും കണ്ടോ. വേറെ ചെമ്പല്ലി ഉണ്ടോ, കുഴപ്പമില്ല, നല്ല ചെമ്പല്ലി. ചത്തതേ ഉള്ളൂ, നല്ല കുഴപ്പം കാര്യം കേട്ടോ.
അടുത്ത കാര്യമാണ് എല്ലാം ജീവനുള്ള കാര്യമുണ്ട്. എന്താ അപ്പം ഇങ്ങനെയാണ് വിശേഷങ്ങൾ കേട്ടോ. ഇങ്ങോട്ടെല്ലാം മീനുണ്ട് നമുക്ക്. പോയി വരാക്കണമൊക്കെ ഉണ്ട്. എന്താ ചത്തുപോയി. ഇങ്ങോട്ടൊക്കെ ചെമ്പല്ലിയാണ് നിൽക്കണേ. കാണിച്ചതേ അതെ. ഇതുണ്ട 1 1 1 2 3 കണ്ടോ 3 കണ്ട 4 4 5 6 കണ്ടോ. ചെമ്പല്ലി തന്നെ കണ്ടോ. ഇങ്ങോട്ടെല്ലാം കാര്യമില്ല. കാര്യമുണ്ട് കുറവാണ്. കാര്യമാകുമല്ലോ കാര്യം. വേറെ കാര്യമാണ് കണ്ടിയാകും വേണ്ടേ. സലേഷൻ അവിടെ മീൻ അടിക്കണം കേട്ടോ. ഇത് ഇവിടെ നെമ്പിലുണ്ടോ കേട്ടോ. ആണോ ഞാൻ പറഞ്ഞില്ലേ നെമ്പിലുണ്ടോ. സലേഷണ്ണാ ഇത് എവിടെ നിന്നാണ് പിടിക്കുന്ന അറിയാവോ? ആ ഇവിടെ നമ്മൾ എടുത്താൽ മതി. മോചന പറഞ്ഞേ ഞാൻ. കണ്ടോ ഉമ്മറത്താണ് നമ്മൾ പരിപാടി നടത്തുന്നത്. ഭാര്യയുടെ വലിപ്പം കണ്ടോ. കടന്ന് കളക്കുക കണ്ടോ. ഇതെന്നാ മീനാണ്ടത്? ഇവൻ അത് ഗൗറ. ഗൗറ അക്വേറിയം ഫിഷ് അല്ലേ? അക്വേറിയം ഫിഷ്. അടിപൊളി മീനാണത്. പെട്ടെന്ന് ജാഗ്രതയില്ല മീൻ. അത് തന്നെ. ഇത് കണ്ടോ നമ്മൾ ഉമ്മറത്തിട്ടുകൊണ്ട് ഇപ്പോൾ കുട്ടനാട്ടുകാരുടെ ഒരു സംഭവമാണ്. ഈ വെള്ളം പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുക്കളക്കകത്ത് കാര്യം ഒന്നും മുളക് ആയിട്ട് ഇരുന്നാൽ മതി. മുളകും വെളിച്ചെണ്ണ എല്ലാം ആയിട്ട് റെഡിയാക്കി ഇരുന്നാൽ മതി. കയറി വരും, ഒരു അടി വെട്ടി ഇതൊക്കെയാണ്. ഇതേ ഉള്ളു. പക്ഷെ വെള്ളം പോയി കഴിഞ്ഞാൽ ഞങ്ങള് എങ്ങോട്ടാ ഓടുന്നത് പറയാനൊക്കത്തില്ല. അത് പറയാൻ പറ്റത്തില്ല. നീ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. പിന്നെ അരിപടിയുണ്ടേ. വലയൊക്കെ ഉണ്ട്. ചെമ്പല്ലിയുടെ തല മാത്രമേ ഉള്ളൂ കേട്ടോ. ആമയും ജീവിക്കണ്ടേ. പിന്നെ ആമയ്ക്ക് ജീവിക്കണ്ടേ. അതാണ് സംഭവം. അപ്പൊ നമുക്ക് ക്യാമറ അവരോട് കൊടുക്കാം അല്ലേ? ക്യാമറമാൻ്റെ കൊടുത്ത് നമുക്ക് മീൻ വരും. അല്ലെങ്കിൽ മീൻ ജീവി പോകും. വാടി വേണ്ടേ. ക്യാമറ വരുന്നുണ്ടോ? 10 മണിക്ക് എഴുന്നേക്ക്. നാളെ ഇപ്പോൾ നേരത്തെ എഴുന്നേറ്റുണ്ടോ? ആണോ? സ്പെഷ്യൽ കവറാണോ കേട്ടോ? നമുക്ക് ഇപ്പം തന്നെ ഇത്ര മീൻ കിട്ടുന്നുണ്ടോ? ഈ ബോക്സ് നിറയ്ക്കാനാണ് ആഗ്രഹം. പക്ഷെ കിട്ടിയാൽ മതിയായിരുന്നു. വാടി എന്നാ ക്യാമറ അവൾക്ക് കൊടുക്കാണ്. ബാക്കിയില്ല അവളുടെ ഉത്തരവാദിത്തമാണേ. വല ചവിട്ടുവാണ്. വീടിൻ്റെ വാതിൽക്ക് കേട്ടോ. അപ്പം എന്നാണ് ഇവിടെ താമസമില്ല കേട്ടോ. താമസം ഉണ്ടായിരുന്നു, എല്ലാം പോയി. വെള്ളം മുങ്ങിപ്പോഴത്തേക്കും കറുമ്പായി കറുമ്പനെ കണ്ട. കറുമ്പനെ ഇവിടെ അട്ട കാണും കേട്ടോ. ഇതൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ വീടിൻ്റെ വാതിൽക്ക് ഇതുപോലെ അടുക്കളത്തെ കണ്ട മീൻ വിട്ടിട്ടുണ്ട്. ഇതുപോലെ പണ്ടൊക്കെ എന്താണ് നിങ്ങളല്ലേ കണ്ടത്? പണി കിട്ടിയാലേ ചോദിക്കണല്ലേ കണ്ടത്? പ്രഷറോടെ കണ്ടല്ലേ? പ്രേക്ഷകർ ഇതിന് മറുപടി പറയുക. വീടിൻ്റെ ഉമ്മറത്ത് ഇട്ട് നിങ്ങൾ മീൻ പിടിച്ചിട്ടുണ്ടോ? പിടിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. കുട്ടനാട്ടുകാർ വീഡിയോ കാണുന്നവരും ഇതൊക്കെ ഉണ്ടല്ലോടാ. ഒത്തിരി പേര് പ്രവാസികൾക്ക് നൊസ്റ്റാൾജിയ അറിയോ അല്ലേ? അവർക്ക് വേണ്ടല്ലേ നമ്മൾ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കും. നാടും വീടും വിട്ടവർ അവിടെ പോയി ജീവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് സന്തോഷം വന്നു നമ്മുടെ വിചാരം കേട്ടോ. അങ്ങനെയല്ലാണ്. അതെ, ഇങ്ങനെയും കുറെ ജീവിതങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ കൊമ്പൊടിച്ചു അതിന്റെ ഞങ്ങളും കാണിക്കുക. നമ്മളും കാണിക്കും. നമ്മുടെ ജീവിതം നമ്മൾ കാണിക്കുക. നിങ്ങൾ കാണിക്കുക. എന്തായാലും ഒരു കാര്യമുണ്ട്. ഈ ഒന്നിച്ച് പഠിച്ചവരും അവർക്ക് മനസ്സിലായി. അവരും ഒക്കെ വീഡിയോ കണ്ടോണ്ടിരിക്കും. വിളിക്കുന്നുണ്ടല്ലോ. അതെ, ഇതൊക്കെ ചെറുത് കേട്ടോ. എന്താ ഗ്രൂപ്പ ഇത് ചെറിയതാന്ന് അവൻ പറയുന്നത്. അപ്പൊ ഇതിന്റെ വലുത് അവിടെ കണ്ട് കിടപ്പുണ്ടത്. പിന്നെ ഒരു കാര്യം ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് കരയ്ക്ക് നിന്നാൽ ഞങ്ങൾക്ക് മീനെടുക്കാം. വള്ളത്തായതുകൊണ്ട് മസിൽ പിടിക്കണ്ട. കാര്യം ഉടക്കാതെ പോകുന്നുണ്ടോ? ഫ്രീ ആയിട്ട് ഈ ചെമ്പിന്റെ എന്റെ ദൈവമേ, ഇത് കണ്ടോ? ഏതാണ് ചത്തോ? ചെമ്പല് തന്നെയാണോ? ഇത് 1 കിലോ ഇല്ലാണ് തൂക്കിക്കോണെങ്കിൽ 1 കിലോ. 2 കൈവെള്ളം എടുത്തിട്ടുണ്ടോ? അടുത്ത 1 കിലോ സൈസ് 2 കൈവെള്ളം എടുത്തിരിക്കണ്ടോ? നോക്കിക്കണ്ടോ സാധനം നോക്കിക്കേ. എന്നാ നോക്കി കൈവിടെ 2 കൈ കാണാൻ തികയുന്നില്ലണ്ടോ? എന്റെ പൊന്നെ,
കണ്ടോ മച്ചാ കണ്ടോ മീൻ കണ്ടോ അത് വീടിൻ്റെ ഭാഗത്ത് ഉമ്മർത്തുന്നുണ്ട് എങ്ങനെയുണ്ട് ഊരാൻ കേട്ടോ നമുക്കിത് ഇട്ടാക്കോട്ടെ ചത്തുപോയി കേട്ടോ നല്ല തൂക്കുളയമില്ല കേട്ടോ ഇവിടുന്ന് കാടിനകത്തൊന്നും കണ്ട് കയറി വന്നതാട്ടോ. സലേഷം വിളിക്കണോ ഇതിനെ വലുതിനെ ചിലപ്പോൾ വലുത് വിളിക്കും ഞാൻ ഇതിന് ഊരിട്ടെ കണ്ണു വിട്ടു കേട്ടോ എനിക്ക് വിട്ട് വന്നിരിക്കുക ഒന്നുമില്ലല്ലോ ഇത് തരണം അതിൻ്റെ വിട്ടതേ ഇത് തരണ ചെറുത് ഈ ചെമ്പലിയായിട്ട് നോക്കണം അതിൻ്റെ വാല കെട്ടാണോ നോക്കിയത് എന്നെ ഉണ്ടെന്ന് നോക്കിക്കണ്ടോ കൊള്ളാം. ചെവരെ നിങ്ങൾ നോക്കുക ഈ ചെമ്പലുണ്ടല്ലോ എപ്പോഴല്ലേ നിങ്ങൾ നോക്കുക ഈ ചെമ്പല് ചെറുതായിരിക്കണം കണ്ടോ എൻ്റെ കൈവെള്ളം ഉണ്ടോ ഇത് കണ്ടോ എൻ്റെ കൈവെള്ള ഇതുണ്ടോ 6 ഇഞ്ചാണ് കണ്ടോ ഇത്രയുള്ള ചെമ്പലുണ്ടോ ഈ ചെമ്പൽ ഇതായിട്ട് വെച്ചൊന്ന് വെച്ച് നോക്കി ഊരട്ടെ. അതിൻ്റെ വാലിൻ്റെ വലുപ്പമുണ്ട്. അതാ ഞാൻ പറഞ്ഞു എന്താ ഒരു കാര്യമുണ്ടോ കാര്യം ചെത്തൂരല്ലോ എല്ലാം ജീവനുണ്ടോ കേട്ടോ ഇതുണ്ടോ കാര്യം ചെമ്പിലൊന്നും കിടക്കുന്നുണ്ടോ ഉണ്ടോ ഇവരോടെ കിടന്നു കണ്ടോ കാര്യം ഇപ്പം വിലയുണ്ട് അത്യാവശ്യം നമുക്ക് അത് ജീവനോട് കൊടുക്കുകയാണെങ്കിലാണ് നല്ല വില കിട്ടും. അപ്പം ഇതിൻ്റെ കൊമ്പ് കൊള്ളാനായിട്ട് എല്ലാ സാധ്യതയുണ്ട് ഇപ്പോൾ കൊണ്ടാണ് ഇത് ജസ്റ്റ് മിസ്സാകായിരുന്നു. എൻ്റെ പൊന്നണ്ണന്മാരെ ഇതിന് ഊരാ 2 പേരാണ്ടോ ഈ മീനെ ഊരാൻ കണ്ടോ അവനങ്ങ് കയറി വല കയറി പണത് കേട്ടോ ഇതുപോലെ ഊരി കഴിഞ്ഞില്ല നമ്മളെ വല പൊട്ടിക്കുകയും ചെയ്യും പുതിയ വലയാണ് പൊട്ടിക്കാനും മേടിക്കും നമുക്ക് പൊട്ടിക്കാൻ എടുക്കാം നമുക്ക് കേട്ടോ വേറെ കാര്യം അല്ലാണ അല്ലേ നമുക്ക് ഇനി പൊട്ടിക്കാൻ പോയില്ലേ എൻ്റെ മച്ചാൻ പോരത് നമ്മളിപ്പോഴാണ് ഊരിയത് ഒരു 10 മിനിറ്റ് എടുത്ത് ഇതിനെ ഊരാൻ വേണ്ടിയിട്ട് കേട്ടോ 2 കൈ വെച്ചിട്ട് ഒതുങ്ങില്ല ഇവരെ ഞങ്ങൾ കയ്യെ വെച്ച് കണ്ടോ കൈൻ്റെ വന്ന കാര്യം മറി നല്ലതോ കണ്ടോ ഓക്കെ ഏത് കാര്യാ ഇതേ ചവിട്ടി മറിഞ്ഞു പോവും. കാര്യം കേട്ടോ പാമ്പ് കാര്യം കേട്ടോ അയ്യോ അതൊന്ന് കൈ വെച്ച് കാണിച്ച് കൈ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിലുണ്ടോ എന്നെ കുത്തുറയ്ക്കാണോ എൻ്റെ കയ്യിൽ അത്ര ഇവിടെ താമസമില്ലാത്ത വീടാണ് കേട്ടോ അല്ലേ താമസം ഉണ്ടായിരുന്നു ഒരു ആൻറ്റി ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആൻറ്റി അല്ലേ ഓ ഓ മുടിച്ച് ഞാനും കണ്ടാ ഉണ്ടായിരുന്നു അവൻ്റെ ചെറുത് ആ എൻ്റെ ചെറുതാണ് അത് വാട അടിപൊളിയല്ലേ? അതിൻ്റെ ചെറുത് ഇതൊക്കെ ചെറുതല്ലേ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട് വലിയത്. എല്ലാം അറിയുന്നുണ്ടോ ഞങ്ങളുടെ അറിയുന്നുണ്ട് വാട്സപ്പ് വഴി അറിയുന്നുണ്ട് വാട്സപ്പ് വഴി അറിയുന്നുണ്ട് മച്ചാമാരെ നമ്മുടെ വലയൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് ഇട്ടിട്ട് കുറേ മീൻ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതിപ്പോൾ നമ്മളവിടെ വല ഇട്ടാണ്. അപ്പം നമുക്ക് കുറച്ച് അവിടെ മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ മീൻ കണ്ട ഈ കൂട്ടത്തിൽ ഏറ്റവും സൈസ് മീൻ കാണണേ 1 കിലോ വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കില്ല പറഞ്ഞ് തൂക്കം കാണിക്കാണ്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാണ്. അപ്പോൾ നമ്മുടെ വെള്ളപ്പൊക്കത്തിന് എല്ലാ വർഷവും പിടിക്കുന്നതാണോ. കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് ഏറ്റെടുത്ത വീഡിയോ ആണത്. അപ്പോൾ ഇന്നോട് ഇത്തോടൊന്നും അല്ലേ ഒന്നുകൂടെ അങ്ങ് ചെയ്യുന്നുണ്ട്. കഴിയണമെങ്കിൽ സലേഷൻ ആവശ്യത്തില്ലായിരുന്നു ഈ സമയത്തല്ലേ ഹോസ്പിറ്റലായിരുന്നു പുള്ളി പുഷ്പരി മെഡിക്കൽ നടക്കുക അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇതൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി വരാൻ പോകുന്നുണ്ടല്ലോ പറമ്പിൽ നമ്മുടെ പറമ്പിലേക്കില്ലേ പറമ്പിലെ വില ഇട്ടിട്ടുണ്ട്. തോട്ടിലേക്കല്ല മീൻ ഇപ്പം നിൽക്കുന്നത്. മീൻ കൂടുതലും കരയ്ക്ക് കാരണം കരയ്ക്കത്ത ഈ വിലയൊക്കെ തന്നെയായിട്ട് വരണം
ഈ മതിപ്പുണ്ട്. അതിനെ പിടിക്കാൻ പോകുന്ന അടുത്ത വീഡിയോ ആണ് വരാൻ പോകുന്നത് അല്ലേ? ഇത് വീട്ടുമുറ്റത്ത് ഇത് വീട്ടുമുറ്റത്ത് ഒറ്റ പറമ്പില്ലേ. അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.